ഒന്നാമത്തെ ചാപ്റ്റർ പീരിയോഡ് ഗ്രാമം. ആ ചാപ്റ്റർ നമ്മൾ തുടങ്ങിയത് പീരിയോഡ് ഗ്രാമം. ആ ചാപ്റ്ററിനകത്തുള്ള ഫാക്ട് ആണ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നത് എന്നാണ്. 2013 സെപ്റ്റംബർ 12 അടയ്ക്ക് പഠിച്ചോളെ. 2013 സെപ്റ്റംബർ മാസം 12-ാം തീയതിയാണ് ഇന്ത്യയിൽ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നത്. ഓക്കെ, ഇനി ഒരു വ്യക്തിയെ പഠിക്കണം നിങ്ങൾ. കാദർ കാലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കേട്ടിട്ടുണ്ടോ? കാദർ കാലി എന്ന് കേട്ടിട്ടുണ്ടോ? മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്ന ആളാണ് കാദർ കാലി. ഇതും ആ ചാപ്റ്ററിലെ തന്നെ ഒരു ഫാക്ട് ആണ്. കാദർ കാലിയാണ് നമ്മൾ എന്നറിയപ്പെടുന്നത് മില്ലറ്റ് മാൻ എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായോ? ഇനി അടുത്തൊരു വനിതാ വ്യക്തിത്വമാണ് ലഹരി ഭായ്. ലഹരി ഭായ് ആണ്. ലഹരി ഭായ്. പക്ഷേ ലഹരി ഭായ് ആണെന്ന് ചോദിച്ചാൽ മറ്റൊന്ന് ഇതിനോട് കണക്ട് ചെയ്ത് പഠിച്ചോ. ലഹരി ഭായ് ആണ് മില്ലറ്റ് വുമൺ ഓഫ് ഇന്ത്യ. അപ്പൊ മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ കാദർ കാലി. മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ കാദർ കാലി. ലഹരി ഭായ് ആണ് മില്ലറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഇനി ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളി ദിനം ആചരിച്ചത്. തൊഴിലാളി ദിനം എന്താ നമുക്കറിയാം, മെയ് 1 ആണ്. ആ മെയ് 1 തൊഴിലാളി ദിനമായിട്ട് ആദ്യം ആചരിച്ച വർഷം പറയാമോ? സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് 1923. പക്ഷേ 1923 ഇന്ത്യയിൽ ആദ്യമായിട്ട് തൊഴിലാളി ദിനം ആചരിച്ചത്. മെയ് 1 നമുക്കറിയാം. മെയ് 1 തൊഴിലാളി ദിനമായിട്ട് ആദ്യം ആചരിച്ച വർഷം 1923 കിട്ടുന്ന ഫാക്ട് ആണ്. കുഴപ്പമില്ല. ഇനി കുറച്ച് പദ്ധതികളാണ്. ആ SCRT ചാപ്റ്ററിൽ തന്നെയുള്ള ചില പദ്ധതികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പദ്ധതി കേരള സംസ്ഥാന ഗവൺമെന്റ് പദ്ധതികളാണ്. ഒന്നാമത്തെ പദ്ധതി വരും. ഇത് ഇത്ര ഓക്കെയാണ്, ഇത് കുഴപ്പമില്ല. ഭക്ഷ്യ സുരക്ഷാ നിയമം 2013 സെപ്റ്റംബർ 12 പഠിച്ചു പോകണം. ഈ വീട്ടിൽ പോയി വായിക്കാൻ സമയമില്ല. കാദർ കാലി, ലഹരി ഭായ്. കാദർ കാലിയായ മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ. ഇനി മില്ലറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ ലഹരി ഭായ് ആണ്. ഇന്ത്യയിൽ തൊഴിലാളി ദിനം മെയ് 1 ആചരിച്ചു തുടങ്ങിയ വർഷം ക്ലിയർ 1923. ഇത്രയും സെറ്റാണ്. ഇനി പദ്ധതികളിലേക്ക് ഒന്നാമത്തെ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. ശരണ്യ പദ്ധതി നോക്ക്. ഈ പറയുന്ന പദ്ധതികളെല്ലാം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ചാപ്റ്റർ ഫാക്ട് ആണ്. മനസ്സിലായത്? തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടറികളാണ് ആ ചാപ്റ്ററിനകത്തുള്ള. ചാപ്റ്റർ പേരെല്ലാം ഞാൻ ഓർത്തു വെച്ചതുപോലെ എഴുതിയൊന്നുമില്ല, എന്റെ ആവശ്യമില്ല. നേരെ നോക്ക്, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് ഞാൻ പറയാൻ പോകുന്നില്ല. ഒന്ന് ശരണ്യ പദ്ധതി. ഒന്നാമത്തെ പദ്ധതി പേരാണ് ശരണ്യ. പദ്ധതിയുടെ പേര് പഠിക്കണം. ശരണ്യ എന്നാണ് പദ്ധതിയുടെ പേര്. ശരണ്യ പദ്ധതി. ശരണ്യ പദ്ധതി എന്ന് വെച്ചാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത ആളുകൾ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത ആളുകൾ അവർക്ക് 30 വയസ്സ് കഴിഞ്ഞു. 30 വയസ്സ് കഴിഞ്ഞു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മൊത്തം കണ്ടെത്തിയാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത ആളുകൾ അവരിൽ തന്നെ 30 വയസ്സ് കഴിഞ്ഞവർ, അവിവാഹിതരായിട്ടുള്ള 30 വയസ്സ് കഴിഞ്ഞ് അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ, വിധവകൾ. അടുത്ത വിധവകൾ. ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് നൽകുന്നത്? സ്വയം തൊഴിൽ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഇത് ശരണ്യ. അപ്പൊ രണ്ട് ഇങ്ങനെ പഠിച്ചാൽ മതി. ശരണ്യ പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽ പദ്ധതിയാണ്. സ്വയം തൊഴിൽ പരിശീലന പരിപാടിയാണ് ശരണ്യ. ഇനി ഇതിന്റെ ഉപഭോക്താക്കൾ ആരെയാണ്? 30 വയസ്സ് കഴിഞ്ഞതും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായ അവിവാഹിതരായ സ്ത്രീകൾ. വിധവകൾ. പിന്നെ മറ്റൊരു കാറ്റഗറി പറയുന്നുണ്ട് ഭർത്താവ് ഉപേക്ഷിച്ചു പോയ വനിതകൾ. ഇവർക്കെല്ലാം ഏത് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും? ശരണ്യ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. ക്ലിയർ ആണ്? സിമ്പിൾ ആണ്. അപ്പൊ ശരണ്യ പദ്ധതി എന്താണ്? ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ്. സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. ഉപഭോക്താക്കളെ പഠിച്ചോണം. ഉപഭോക്താക്കൾ ആരാണ്? ഒന്ന് 30 വയസ്സ് കഴിഞ്ഞതും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തതുമായ സ്ത്രീകൾ, വിധവകൾ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയ സ്ത്രീകൾ എന്നിവർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരാണ് എന്ന് പറയുന്നത് ശരണ്യ എന്ന് പറയുന്നത്. അടുത്ത പദ്ധതി പറയട്ടെ, കൈവല്യ. അടുത്ത പദ്ധതിയുടെ പേരാണ് കൈവല്യ. കൈവല്യ എന്ന് പറയുന്നത് വൈകല്യമുള്ള ആളുകൾ എന്ന രീതിയിൽ നമുക്ക് വരത്തില്ലയോ? കൈവല്യ ഇത്രയേ ഉള്ളൂ. ഭിന്നശേഷിക്കാർ ആരാണ്? ഭിന്നശേഷിക്കാർക്ക് നൈപുണ്യ വികസനം, സ്വയം തൊഴിൽ എന്നിവ നൽകുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണ് ഇത് കൈവല്യ. സെറ്റാണോ? ഇത്രയും ഓക്കെയാണ്. 2014 ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. 2014 വർഷത്തോടെ കൊടുത്തിട്ടുണ്ട്, അതോടെ പഠിച്ചോണം. കൈവല്യ പദ്ധതി നടപ്പിലാക്കിയ വർഷം 2014. ഒന്നുകൂടി പറയാം. വികലാംഗർക്ക്
നൈപുണ്യ വികസനം, സ്വയം തൊഴിൽ പദ്ധതികൾ എന്നിവ നൽകുന്നതിന് വേണ്ടി 2016 കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് കൈവല്യ പദ്ധതി. ഇനി ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ്. ഇതുകൂടി പഠിച്ചോണം. കൈവല്യ പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് വഴിയാണ്? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ്. ഏത് പദ്ധതി നടപ്പിലാക്കുന്നത്? കൈവല്യ പദ്ധതി നടപ്പിലാക്കുന്നത്. രണ്ട് പദ്ധതി കിട്ടിയോ? ശരണ്യ പദ്ധതി എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾ, വിധവകൾ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ എന്നിവർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരാണ് ശരണ്യ. കൈവല്യ എന്ന് പറഞ്ഞാൽ വൈകല്യമുള്ളവർ, ഭിന്നശേഷിക്കാർ. ആ ഭിന്നശേഷിക്കാർക്കുള്ള സ്വയം തൊഴിൽ, അതുപോലെ നൈപുണ്യ വികസനം എന്നിവയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ഇത് കൈവല്യ. അതായത് കൈവല്യ പദ്ധതി അനുസരിച്ച് ഉപഭോക്താക്കൾക്ക് ലോൺ കിട്ടും. ആ ലോണിന് സബ്സിഡി കിട്ടും. മനസ്സിലായി? ഗ്രാന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. കിട്ടുന്നത് ഏത് വഴിയാണെന്ന് പറയണം? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. അവിടെ വർഷം കൂടിയോട് പഠിച്ചോണം. കൈവല്യ പദ്ധതി വർഷം ഏതാ? 2016. മനസ്സിലായി? സെറ്റാണ്, കുഴപ്പമില്ലല്ലോ. വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം 2016 ആകുമ്പോഴത്തേക്കും LDF ഗവൺമെന്റ് കൊണ്ട് വന്നതാണ്. ഒരുപക്ഷെ അവർ വന്നതിന് ശേഷമുള്ള ആ ഒരു ബഡ്ജറ്റിലായിരിക്കാം ഈ പദ്ധതി വന്നത് എന്നെന്ന് ഓർത്തു വെച്ചാൽ മതി. കൈവല്യ കിട്ടിയ അടുത്ത പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ. അടുത്ത പദ്ധതി ചാപ്റ്ററിനകത്ത് കിടക്കുന്നതാണ്. അതുകൊണ്ട് ഓർത്തോളം വേറെ കുറെ പദ്ധതികൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വേണം. അത് കൂടാതെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോണം. ഉന്നതി വിജ്ഞാൻ എന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കൾ പട്ടികജാതി പട്ടിക വർഗത്തിൽപ്പെട്ട ആളുകളാണ്. പട്ടികജാതി പട്ടിക വർഗത്തിൽപ്പെട്ടവരാണ്. ഇവിടെ നമുക്ക് ഡൗട്ട് വരും. ഉന്നതി വിജ്ഞാൻ എന്നൊക്കെ പറയുമ്പോൾ വിദ്യാഭ്യാസമായിട്ട് ഒരു ബന്ധമുള്ള ഒരു ഡൗട്ട് വരത്തില്ലയോ? ഒരിക്കലുമില്ല. വിദ്യാഭ്യാസമായിട്ട് ഈ പദ്ധതിക്ക് ബന്ധമില്ല. ഇതും എന്ത് തന്നെയാണ്? ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ്. ഇത് പഠിച്ചോണം. ഉന്നതി വിജ്ഞാൻ എന്ന് പറയുന്നത് ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ്. ഇതിന്റെ ഉപഭോക്താക്കൾ ആരെങ്കിലും SC/ST പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്വയം തൊഴിൽ നൽകാൻ കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ഉന്നതി വിജ്ഞാൻ. ഏതാണ്? ഉന്നതി വിജ്ഞാൻ. ഇത്രയും സെറ്റാണ്. അടുത്ത പദ്ധതിയാണ് പ്രൈഡ്. പദ്ധതിയുടെ പേര് പ്രൈഡ് പദ്ധതി. ഉപഭോക്താക്കൾ അഭ്യസ്തവിദ്യരായിട്ടുള്ള ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർ. മനസ്സിലായോ? പ്രൈഡ് പദ്ധതിയുടെ ഉപഭോക്താക്കൾ ആരാണ്? അഭ്യസ്തവിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് തൊഴിലവസരം നൽകുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് എന്ന് പറയുന്നത് പ്രൈഡ് പദ്ധതി. ക്ലിയർ ഒരിക്കൽ കൂടി പറയുന്നു. അഭ്യസ്തവിദ്യരായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിന് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നോളജ് ഇക്കോണമി മിഷൻ വഴി ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് പ്രൈഡ് പദ്ധതി. ഏതാണ്? ഇത്രയും കിട്ടിയോ? എന്താ ഉന്നതി വിജ്ഞാൻ? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണ് ഇത് ഉന്നതി വിജ്ഞാൻ. 2016 കൊണ്ടുവന്ന പദ്ധതിയുടെ പേര് കൈവല്യ പദ്ധതി. ആർക്കുള്ളതാണ്? വികലാംഗർക്ക് സ്വയം തൊഴിൽ, നൈപുണ്യ വികസനം എന്നിവയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് ഇത് കൈവല്യ പദ്ധതി. ശരണ്യ എന്ന് പറഞ്ഞാൽ ഓർത്തോണം. 30 വയസ്സ് കഴിഞ്ഞതും അവിവാഹിതരായിട്ടുള്ള ആളുകൾ, അവർ തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ആളുകൾ, അതുപോലെ വിധവകൾ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ എന്നിവർക്ക് സ്വയം തൊഴിൽ നൽകാനുള്ള പദ്ധതിയുടെ പേരാണ് എന്ന് പറയുന്നത് ശരണ്യ പദ്ധതി. ഇതാണ് ശരണ്യ. അടുത്തൊരു പദ്ധതിയാണ് പഞ്ചമി പദ്ധതി. എന്നയുടെ പേരെന്താണ്? പഞ്ചമി. അപ്പൊ ഒരു പിന്നോക്ക വിഭാഗം. കാരണം നമ്മൾ പഞ്ചമി അയ്യങ്കാളിയായിട്ട് ബന്ധപ്പെട്ട് പഞ്ചമി പഠിച്ചിരിക്കുകയോ? അപ്പൊ പിന്നോക്ക വിഭാഗക്കാർക്കാണ് എന്ന പേരിലൂടെ തന്നെ നമ്മൾ പഠിക്കണം. പഞ്ചമി കിട്ടുന്നത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ്. അതുപോലെ തൊഴിൽ അന്വേഷകരായിട്ടുള്ള പട്ടികജാതി വിഭാഗക്കാർക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് എന്ന് പറയുന്നത് പഞ്ചമി എന്ന് പറയുന്നു. ഇത്രയും കിട്ടിയോ? സെറ്റാണോ? കുഴപ്പമില്ലല്ലോ. പഞ്ചമി പദ്ധതി ആണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ അന്വേഷകർക്കായിട്ടുള്ള പദ്ധതിയുടെ പേരാണ് എന്ന് പറയുന്നത് പഞ്ചമി. ഇത്രയും നോക്കിയാണ് സെറ്റാണ്. അടുത്തൊരു പദ്ധതിയുടെ പേര് അത് തൊഴിൽ പദ്ധതിയല്ല. പദ്ധതിയുടെ പേര് ചങ്ങാതി. കേട്ടിട്ടുണ്ടോ? ചങ്ങാതി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള പദ്ധതിയാണ്. പറയുന്ന ചങ്ങാതി സാക്ഷരത മലയാളം പഠിപ്പിക്കാൻ അല്ലെ? ആര്? അതിഥി തൊഴിലാളികൾ പഠിക്കണം. അതിഥി തൊഴിലാളികളെ, ഇതര സംസ്ഥാന തൊഴിലാളികളെ
മലയാളം സാക്ഷരത, അവരുടെ മലയാളം സാക്ഷരതയ്ക്ക് വേണ്ടിയിട്ട് ആവിഷ്കരിച്ച പേരാണിത് ചങ്ങാതി. ഓർത്തോണേ, അതായത് ഇതര സംസ്ഥാന അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളുടെ മലയാള സാക്ഷരതാ പദ്ധതിയുടെ പേരാണ് ഏതെന്ന് പറയുന്നത് ചങ്ങാതി എന്ന് പറയുന്നത്. മനസ്സിലായി? ഇനി ഓർത്തോണേ, ഇവർക്ക് വേണ്ടി ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ മലയാള സാക്ഷരത അതിഥി തൊഴിലാളികൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ആർക്കെങ്കിലും പറയാമോ? ഹമാരി മലയാളം. പുസ്തക പേരാണ് ഹമാരി മലയാളം. അതുകൂടി പഠിച്ചോണം. അത് ICRT ഫാക്ട് ആണ്. രണ്ട് കാര്യങ്ങളാണ് നമ്മളവിടെ പറഞ്ഞത്. ഒന്ന് ചങ്ങാതി, അതിഥി തൊഴിലാളികൾക്ക് മലയാള സാക്ഷരത ഉറപ്പുവരുത്താൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയുടെ പേരെന്താ? ചങ്ങാതി പദ്ധതി. അവർക്ക് വേണ്ടി കൊണ്ടുവന്ന പുസ്തകത്തിന്റെ പേരെന്താ? ഹമാരി മലയാളം. ഹമാരി മലയാളം. ഹമാരി മലയാളം. അത്ര ഓക്കെയാണ്, സെറ്റാണ്. ഇനിയുമുണ്ട് അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരതയും അതുപോലെ തന്നെ സാംസ്കാരികവുമായിട്ടുള്ള ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാംസ്കാരിക വകുപ്പ് ഒരു പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതിയുടെ പേരാണ് അനന്യ മലയാളം. എന്താണ്? അനന്യ മലയാളം. അങ്ങനെ പഠിക്കാം. അനന്യ മലയാളം പദ്ധതി കൊണ്ടുവന്ന സാംസ്കാരിക വകുപ്പാണ് അനന്യ മലയാളം. പദ്ധതി വരുന്ന അനന്യ മലയാളം. അനന്യ മലയാളം പദ്ധതി കൊണ്ടുവന്ന സാംസ്കാരിക വകുപ്പ്. അതുപോലെ ഈ അതിഥി തൊഴിലാളികളെ മലയാളം അതുപോലെ അവരുടെ സാംസ്കാരിക ഉന്നമനം ഇതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് സാംസ്കാരിക വകുപ്പ് കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് അനന്യ മലയാളം. പദ്ധതിയുടെ പേരെന്താ? അനന്യ മലയാളം. ഇത്രയും കാര്യം കിട്ടിയോ? സെറ്റാണോ? പ്രശ്നമില്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ദെൻ നോക്ക്, എന്നാ ഭക്ഷ്യദിനം? ലോക ഭക്ഷ്യദിനം ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം എന്നാണെന്ന് ചോദിച്ചാൽ പഠിച്ചോ. ഒക്ടോബർ 16 ആണ്. ഇവിടെ കറുത്ത പൊന്ന് അറിയപ്പെടുന്നത് സിമ്പിൾ. സിമ്പിൾ ഫൈറ്റ്. കറുത്ത കുരുമുളക് പേര് തിരിഞ്ഞു വേണ്ട കേട്ടോ. ഇത് പീരിയോഡ് രാമകലയായിരുന്നു. ഞാൻ സ്റ്റാർട്ടർ അടിക്കുമ്പോൾ നേരെ തിരിച്ചു ചേർച്ചു. അതുകൊണ്ടാണ് ഇത് ഇറക്കി വരുന്നത്. മനസ്സിലായി? അപ്പം കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. അടുത്ത പറയണേ, ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് പേരയ്ക്കാണ്. സിമ്പിൾ ഫാക്ട്, LGS ഫാക്ട് ആണ്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് പേരയ്ക്ക. ഇതെന്താ ഇങ്ങനെ പഠിക്കണം? കുറച്ച് ചാപ്റ്ററോടെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതോടെ പ്രിപ്പയർ ചെയ്ത് വെച്ചാണ് ഗുണം എന്ന് പറയുമോ. നമ്മൾ LGS പരീക്ഷ അല്ല, LD പരീക്ഷയിലും എല്ലാ ക്വസ്റ്റൻ എന്തോ ആയിരിക്കത്തില്ല, കടുകട്ടി ക്വസ്റ്റൻ ആയിരിക്കത്തില്ല. അപ്പൊ LD എക്സാം വരുമ്പോൾ എല്ലാ ചോദ്യം കടുകട്ടി ആയിരിക്കും. അല്ല, ഏത് ചോദ്യ പേപ്പർ എടുത്താലും അതിൽ ഈസി ആയിട്ടുള്ള ഒരു 10 ചോദ്യങ്ങൾ കാണത്തില്ലയോ? ആ 10 ചോദ്യം SCRT ചോദിച്ച് നമ്മുടെ ഈ നോട്ടായിരിക്കും. മനസ്സിലായി? കാരണം എന്താ? നമ്മുടെ ബേസിക് ലെവലാണ്. ഇപ്പൊ LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്ത സാധനമാണ്. പക്ഷെ ഇത് നിങ്ങൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ വിചാരിക്കുന്നത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി ആരെങ്കിലും ഒരാൾ പുതുതായിട്ട് അഡ്മിഷൻ എടുത്താൽ ഈ ഒരു പ്രിന്റ് ഫുള്ള് കാണാൻ വഴിയാൻ പറയും. അപ്പൊ എന്ത് ഗുണമെന്ന് വെച്ചാൽ ബേസിക് ലെവലായിട്ടുള്ള എല്ലാ ഒരു ഐഡിയ വരും. അപ്പൊ ആദ്യമായിട്ട് പഠിക്കുന്നവർക്കിപ്പോ ഓരോന്ന് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. പക്ഷേ ഈ SCRT ഈ ഫാക്ട് എല്ലാം കൂടെ അവർ കാണാൻ പഠിച്ചാലും കുഴപ്പമില്ല, വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഇത് മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം എന്തായി ഒരു ബേസ് അവർക്ക് നന്നായിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ പഠിച്ചോണം. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നതിനെയാണ് അത് കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ഉണ്ട്. അതിനകത്തുള്ള പോയിന്റാണ്. സിമ്പിൾ ചോദ്യമാണ്. മിശ്രഭോജനം സംഘടിപ്പിച്ചതായ സഹോദരൻ അയ്യപ്പനാണ്. പഠിച്ചോണേ. മിശ്രഭോജനം സംഘടിപ്പിച്ചതായ ആരെന്ന് ചോദിച്ചാൽ അത് സഹോദരൻ അയ്യപ്പനാണ്. വർഷം വേണ്ടേ? എന്ന 1917. ശ്രദ്ധിച്ചോളെ. മിശ്രഭോജനം സംഘടിപ്പിച്ച വർഷം 1917. സഹോദരൻ അയ്യപ്പനാണ്. പന്തിഭോജനം സംഘടിപ്പിച്ചതായ തൈക്കാളയ്യാണ് പന്തിഭോജനം സംഘടിപ്പിച്ചത്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചതായ വൈകുണ്ഠസ്വാമിയാണ്. സമപന്തി ഭോജനമായ വൈകുണ്ഠസ്വാമി. ഒരിക്കൽ കൂടി, മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ, പന്തിഭോജനം തൈക്കാളയ്യ, സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമി. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമി. ഇനി പ്രീതി ഭോജനം വാഗ്ദാനം. അത് ഇല്ല, നമ്മൾ ചേർത്തതേ ഉള്ളൂ, പറഞ്ഞോണ്ട് കണക്ട് ചെയ്ത് ചേർത്തതാണ്. പ്രീതി ഭോജനമായ വാഗ്ബടാനന്ദ. ആരാണ്? വാഗ്ബടാനന്ദ. ഇത്രയും കിട്ടിയോ? 1917 മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. അവിടെ സർവ്വമായി പഠിക്കാം. മിശ്രഭോജനം സംഘടിപ്പിച്ചത് എറണാകുളത്ത് ചെറായി എന്ന് പറയുന്ന സ്ഥലത്ത് 2017 അതിന്റെ 100ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് ആ സമയത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ. ഇനി നമ്മൾ പഠിക്കണമെങ്കിൽ കറണ്ടായിട്ട് നമ്മൾ ചോദിച്ചത് ഒരു സാധനമാണ്. 2017 100ാം വാർഷികം ചെറായി ഉദ്ഘാടനം ചെയ്ത് പിണറായി വിജയൻ. കുറെ വർഷമായിട്ട് ചിലപ്പോൾ പ്രാധാന്യം കുറയുകയാണ്. പഠിച്ചോണം. അപ്പൊ പന്തിഭോജനം തൈക്കാളയ്യും, സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമി, പ്രീതി ഭോജനം ആരുമാണ് പഠിക്കണം? വാഗ്ബടാനന്ദനാണ് എന്ന് പഠിക്കണം. ഇത്രയും ഫാക്ട് സെറ്റ് ആണ്, പ്രശ്നമില്ലല്ലോ. ദെൻ നമ്മൾ പഠിക്കണം 1943
1943 എന്ന് പറയുന്നത് നമ്മൾ SCRT പഠിച്ച ഒരു ഫാക്ട് ആണ്. 1943 രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടമാണ്. ഈ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ബംഗാളിൽ എന്തുണ്ടാകുന്നു? ഒരു ക്ഷാമം ഉണ്ടാകും. നമ്മൾ പഠിച്ച SCRT ചാപ്റ്റർ ഫാക്ട് ആണ്. 1943 ബംഗാളിൽ എന്തുണ്ടായി? ഒരു ഭക്ഷ്യക്ഷാമം ഉണ്ടായി. അതിന്റെ കാരണങ്ങൾ നമ്മൾ കണ്ടു. എന്തൊക്കെയായിരുന്നു കാരണങ്ങൾ? എന്തൊക്കെയാ? ഒന്ന്, ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലെ സാമ്പത്തിക ചൂഷണം എന്ന് പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് നികുതിയുടെ രൂപത്തിൽ ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്തു? ഇന്ത്യക്കാരെ ചൂഷണം ചെയ്തു. അത് ഒന്ന്, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം. 1943 ബംഗാളിലെ ക്ഷാമത്തിന്റെ കാരണം ഒന്ന് സമിതമായ സാമ്പത്തിക ചൂഷണം. രണ്ടാമത്തത് എന്ന് പറയുന്നത് കാലാവസ്ഥ. കൊടുങ്കാറ്റിൽ ബംഗാളിലെ നെൽകൃഷി നശിച്ചത് എന്തിന് കാരണമായി? ബംഗാളിലെ ക്ഷാമത്തിന് കാരണമായി. ഈ രണ്ട് ഫാക്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം, then കൊടുങ്കാറ്റിലൂടെ നെൽകൃഷിക്കുണ്ടായ നാശം. ഇത് രണ്ടും 1943 ബംഗാളിലെ ക്ഷാമത്തിന് കാരണമായിട്ടുണ്ട്. കിട്ടിയ ഇത്രയും ഫാക്ട് ഓക്കെയാണ്? സിമ്പിൾ അല്ലേ? കുഴപ്പമില്ല. then അടുത്ത പഠിക്കേണ്ടത് കുടുംബശ്രീ ആരംഭിച്ചേണ്ടാവും. കുടുംബശ്രീ 1998 മെയ് 17 പഠിക്കണം. 1998 മെയ് 17 കുടുംബശ്രീ ആരംഭിച്ചത്. 1998 മെയ് മാസം 17 എന്താരംഭിച്ചത്? കുടുംബശ്രീ ആരംഭിച്ചത്. ആരെ ഉദ്ഘാടനം ചെയ്തെന്നറിയാം? AB വാജ്പേയി ആണ്. AB വാജ്പേയി ആണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത് AB വാജ്പേയി. എവിടെയാ? കേരളത്തിലല്ലേ? കേരളത്തിൽ എവിടെയാണ്? മലപ്പുറം.